മണ്ണാർക്കാട് ആനമൂളി റോഡിന്റെ കരാറുകാരനെതിരെ സർക്കാർ കേസെടുക്കണമെന്ന് എം.എൽ.എ. എൻ. ഷംസുദ്ദീൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വിശ്വാസവഞ്ചനയാണ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. വിശ്വാസവഞ്ചന കാണിച്ച കരാറുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ജയിലിലിടാം. ഒരു തർക്കമില്ല. ഗവൺമെന്റ് അതിന് സന്നദ്ധമായിട്ട് മുന്നോട്ട് വരണം. അത്ര വലിയ വൃത്തികേടാണ് ആ കരാറുകാരൻ കാണിച്ചത്. കാരണം അയാളോട് നമ്മൾ മുഴുവൻ പണിയും പൂർത്തിയാവില്ലെങ്കിലും റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. ആദ്യം ചെറപ്പാടം വരെയുള്ള ആദ്യം തെങ്കര വരെ അയാൾ ടാർ ചെയ്യാതിരുന്നു. തെങ്കര വരെ പിന്നാലെ നടന്ന് ചെയ്യിച്ചു. അവിടെ നിന്ന് ചെറപ്പാടം വരെ കീറിയിട്ടു. ആ കീറിയിട്ടിട്ട് നമ്മളായിട്ടുള്ള എഗ്രിമെന്റ് എന്താ, ഏപ്രിൽ 20 ചെറപ്പാടം വരെ തീരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ വേറൊരു അപകടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അലൈൻമെന്റ് മാറ്റിയത്. ഈ കിഫ്ബി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അലൈൻമെന്റ് ഇപ്പൊ മാറ്റുകയാണ്. അത് വളവാണ്, തിരിവാണ്. ഇപ്പൊ അതെന്ത്, ആ വളവും തിരിവും ഇവർക്ക് ആദ്യം ഓർമ്മയില്ലേ? ഇപ്പോഴാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കാലോ. നിങ്ങൾ അലൈൻമെന്റ് മാറ്റിക്കോ. എന്റെ വാദം അതായിരുന്നു, ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കാം. അപ്പോ ഇതിനൊക്കെ വർക്ക് നടത്തിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്. അതിന് ഹെഡിലിരിക്കുന്നത് മന്ത്രിയാണ്. അവരുടെ ഉത്തരവാദിത്തം നേരെ എം.എൽ.എന്റെ തലയിലേക്ക് വെക്കുക. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആരാ? പൊതുമരാമത്ത് വകുപ്പാണ്. അല്ലെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും. അതാണ് KRFP. PWDയുടെ ഉദ്യോഗസ്ഥര് തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്കാക്കി മാറ്റിയത് മാത്രം. കിഫ്ബി ഇതിന് ഫണ്ട് ചെയ്തു. കിഫ്ബിയും ഇവരെ വിളിച്ച എല്ലാ ആലോചനയും നടത്തും. പിന്നെ MLA-മാർ ചെയ്യേണ്ടത് എന്താ? ഇതിന് വേണ്ട എല്ലാ ഏകോപനവും. നിങ്ങളടക്കം സാക്ഷിയാണ്. ഈ റോഡിന് വേണ്ടി നമ്മൾ എത്ര യോഗം ചേർന്നിട്ടുണ്ട്. പൈപ്പിന്റെ പ്രശ്നങ്ങളായിരുന്നു ആദ്യം, എല്ലാം മാറ്റിക്കൊടുത്തു. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിക്കൊടുത്തു. മരം വെട്ടിക്കൊടുത്തു. ഇതിനൊക്കെ വേണ്ട ഏകോപനം. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ആനമൂളി റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളാൻ കാരണമെന്ന് MLA പറഞ്ഞു. ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. മണ്ണാർക്കാട് ടൗൺ വികസനം എന്തായിരുന്നു സ്ഥിതി? അന്നും ഇതേമാതിരി ഒരു വർഷക്കാലത്ത് വെള്ളക്കെട്ടും മറ്റൊക്കെ ഉണ്ടായപ്പോൾ അതും നമ്മളെ മേലെ കൊണ്ടുവരാൻ നാഷണൽ ഹൈവേന്റെ വർക്കായിരുന്നു. മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലം വികസിപ്പിച്ച് അതിന്റെ പരിസരം വികസിപ്പിച്ച് അവിടുന്നാണ് ഈ റോഡ് വികസനം തുടങ്ങുന്നത്. അത് നമ്മൾ കാണിച്ചു കൊടുത്തൊരു വഴിയായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കുന്തിപ്പുഴ പാലം വീതി കൂട്ടിയത്. എന്നിട്ട് ആ മണ്ണാർക്കാട് ടൗൺ നവീകരണത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. ഇന്ന് മണ്ണാർക്കാട് ടൗൺ ഗതാഗത കുരുക്കിന്റെ നാടല്ല. നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം. അത് ആ ശ്രമമായിരുന്നു. പക്ഷെ അന്നും നമ്മൾ കേട്ടു. അതുപോലെ തന്നെ പയ്യനടം റോഡ് എന്തെല്ലാം കലാപരിപാടി നടത്തി നോക്കി. കിഫ്ബി കാലതാമസം ഉണ്ടാക്കി, ഇല്ലാതെ പറയില്ല. കിഫ്ബിയുടെ കാലതാമസമായിരുന്നു വില്ലൻ. കോടതിയിൽ വരെ പോണ്ടി വന്നു. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. പുസ്തകം വന്ന് കേസ് കൊടുത്തത് ആ പയ്യനടം റോഡിൽ കലാപുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ഇന്ന് ഏറ്റവും ജനങ്ങൾക്ക് സൗകര്യമുള്ള റോഡുകളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 2 റോഡല്ലാതെ വേറെ എവിടെയും കുണ്ടും കുഴിയായിട്ടുള്ള പ്രയാസങ്ങളില്ല. ഗ്രാമീണ റോഡുകൾ വരെ നമ്മൾ പരമാവധി നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമീണ റോഡ് നന്നാക്കിയിരുന്നു. 5 റോഡുകൾ ഉണ്ടായി. അപ്പൊ അതിൽ ഏറ്റവും അവസാനം ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പാടം പുല്ലൂന്തി റോഡൊക്കെ ഒന്ന് പോയി നോക്കും. ഒരു ഹൈവേയുടെ സ്വഭാവത്തിലാണ് ഗ്രാമീണ റോഡുകൾ. അതിൽപ്പെട്ടതാണ് വേങ്ങ കുണ്ടിലക്കാട് റോഡ്. പണി മഴയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മഴ അങ്ങനെ പെയ്യുന്നതിന് മുമ്പ് ഇത് കൊടുത്തിട്ടാന്ന് പറയും. മഴ എല്ലാ കണക്കും തെറ്റിച്ചിട്ട് മാർച്ചിൽ തന്നെ മഴ ഒന്ന് തുടങ്ങണം. വേങ്ങ കുണ്ടിലക്കാട് റോഡ് പണി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നല്ല മഴയാണ്. ചില ഭാഗങ്ങളിൽ ചില ടാറിന്റെ ഇളക്കം വന്നു. കരാറുകാരൻ പറഞ്ഞു ഇത് പൂർണ്ണമായും എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എഞ്ചിനീയർമാർ പറഞ്ഞ പ്രകാരമൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്നിട്ടും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാനത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് വെച്ചിട്ടും സർക്കസ് കളിച്ചില്ല. അത് വെച്ചിട്ടും വെറുതെ വാട്സപ്പ് ഉണ്ട്, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയ നാട്ടിലൊരു അരക്ഷിതാവസ്ഥ വരാം. ജനപ്രതിനിധികൾ വരും പോവും. പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ പറ്റും. സർക്കാർ സംവിധാനങ്ങളും മന്ത്രിമാരുമെല്ലാം ഉള്ളത് ഇവരുടെ ഭാഗത്താണ്. എന്തുകൊണ്ടാണ് അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നും MLA ചോദിച്ചു. സർക്കാരിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണിതെന്ന് MLA സൂചിപ്പിച്ചു. വികസനം വന്നാൽ അത് LDF സർക്കാർ. വികസനം വരാത്ത പ്രോജക്റ്റുകളാണെങ്കിൽ അത് MLA-ന്റെ കുഴപ്പം. വന്ന പ്രോജക്റ്റ് പണി വൈകിയാൽ അതും MLA-ന്റെ കുഴപ്പം. പണി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ റോഡുകളിലൊക്കെ ഇത് ഗവൺമെന്റിന് അഭിവാദ്യമൊക്കെ അർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കേന്ദ്രമുണ്ട്, കേരളമുണ്ട്, ഫെഡറൽ സംവിധാനമാണ്. മണ്ണാർക്കാട്ടെ ജനങ്ങളുടെ നികുതിയും കേരളത്തിന്റെ ട്രഷറി തന്നെയാണ് നടക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ചുള്ള വിഹിതം ഏത് ഭരണമായാലും മണ്ണാർക്കാട്ടേക്ക് കിട്ടണം, എല്ലാ മണ്ഡലക്കാർക്കും കിട്ടണം. അത് ചോദിക്കാനും വാങ്ങാനൊക്കെ നമുക്കറിയാം. ചോദിച്ചിട്ടും വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചിലര് നമ്മളെ പഠിപ്പിക്കുകയാണ്. കിഫ്ബിക്കല്ല പരാതി കൊടുക്കേണ്ടത്, KRFBക്കാണ് പരാതി കൊടുക്കേണ്ടത്. ഇവർക്കൊക്കെ ഇതിന്റെ വല്ല ABCD അറിയും. ഇത് കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊടുത്തു, അതിൽ ഇടപെട്ടു. കിഫ്ബിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണത്, ഫണ്ടിങ് ഏജൻസിയാണ്. KRFB എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പിന്നെന്താ പറയുക വർക്ക് നടത്താനുള്ള ഒരു ഏജൻസി. അതിന്റെ പേര് തന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ്. അങ്ങനെ കുറെ പദ്ധതികൾക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി വർക്ക് നടക്കുന്നുണ്ട്, അതിന്റെ ഏജൻസി വേറെ. ഈ സ്കൂളുകളൊക്കെ നടന്നു, അതിൻ്റെയൊക്കെ കെല്ല് ഇതുപോലുള്ള ഏജൻസികളാണ്. നമ്മുടെ കില അതിലൊരു ഏജൻസിയാണ്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാർ, കിഫ്ബിയുടെ കയ്യിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. പക്ഷെ ഇതിന്റെ നിയന്ത്രണവും കൺട്രോളും ഓരോന്നിനും പെർമിഷൻ കിട്ടേണ്ടത് കിഫ്ബിയിൽ നിന്നാണ്. ഏതായിരുന്നാലും അതിനൊന്നും ഞാൻ കൂടുതൽ മറുപടി പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ 14 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ അത് ഞാനങ്ങനെ വിമർശനത്തിന് അതീതനൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സർവവിജ്ഞാന കോശമല്ല. പക്ഷെ അത്യാവശ്യം പറയുമ്പോൾ ഒരു മര്യാദ കാണിക്കണ്ടേ. ഇതൊക്കെ നമ്മൾ 14 കൊല്ലമായിട്ട് നിരന്തരം കിഫ്ബി, KRFB ഇതൊക്കെ മാസത്തിൽ പലതവണ ഇവരുടെ ഓഫീസുകൾ സന്ദർശിച്ച സന്ദർഭമുണ്ട്. 2 മാസത്തിലൊരിക്കൽ എന്തായാലും പോണ്ടി വരും. ഇവിടെ ഒരുപാട് കിഫ്ബി വർക്കുകളുണ്ട്, ഒക്കെ പൂർത്തിയായി. ഇനി 2 വർക്കേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ പൂർത്തിയായത് തന്നെയാണ്. ഇപ്പൊ ടിപ്പു സുൽത്താൻ റോഡാണ് ലാസ്റ്റ് പൂർത്തിയായത്. അതിന്റെ 3.5 കിലോമീറ്ററേ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഉണ്ടായുള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നാട്ടുകാരെ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അത് നിരന്തരം ബന്ധപ്പെട്ടാണ് അതെല്ലാം